ഇനി ഏതെങ്കിലും ലോൺ ആപ്പിൽ ഈ വിദ്യാർത്ഥി ലോൺ എടുത്തോട്ടെ. പക്ഷേ ലോൺ ആപ്പിനും അപ്പുറമായി അവിടെ വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങളെപ്പറ്റി, പീഡനങ്ങളെപ്പറ്റി, ജാതി വിവേചനത്തെപ്പറ്റി, ബോഡി ഷെയ്മിങ്ങിനെ പറ്റി എത്രയോ പ്രസ്താവനകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മൾ നിശബ്ദതയാണ് ആദ്യം കണ്ടത്. നിതിൻ മരിച്ചു വീഴുമ്പോൾ, നിതിൻ്റെ മൃതശരീരം നമ്മൾ ആദ്യം കാണുമ്പോൾ നിശബ്ദതയാണ് നമ്മൾ ആദ്യം കേട്ടത്. പക്ഷേ മൂന്നാമത്തെ ദിവസം ആ നിശബ്ദത പൊട്ടി അണപൊട്ടി ഒഴുകി പ്രതിഷേധമായി ഒഴുകുന്ന കാഴ്ച നമ്മൾ ആ ക്യാമ്പസിൽ കണ്ടു. വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ധൈര്യപൂർവ്വം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് വിദ്യാർത്ഥികൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്ന കാഴ്ച കേരളം കണ്ടു. അതുകൂടി പുറത്തേക്ക് വരുമ്പോഴാണ് ഇനി എന്ത് തന്നെ ബാഹ്യ സമ്മർദ്ദം നിതിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ അങ്ങനെ തന്നെ പറയാം, ഇനി ഏതൊക്കെ വിഷയങ്ങൾ, അതിൽ ഈ പ്രിൻസിപ്പൾ പറയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഇവിടുത്തെ അധ്യാപകർ പറയുന്നതായിക്കോട്ടെ, ലോൺ എടുത്തുമായി ബന്ധപ്പെട്ട ആ വിഷയം ആയിക്കോട്ടെ, ഇനി എന്ത് തന്നെ വിഷയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും നിതിൻ്റെ മരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അവിടുത്തെ അധ്യാപകരും അവിടുത്തെ മാനേജ്മെൻറ്റുമാണെന്ന കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സഹപാഠികളുടെ കൂടി അഭിപ്രായവും അവരുടേതായ പരാതികളും കൂടി പരിഗണിച്ചാൽ ഒരു തർക്കവുമില്ല നമുക്ക് പറയാൻ കഴിയുന്നത്. ബാഹ്യമായ സമ്മർദ്ദങ്ങളെല്ലാം ഉണ്ടായിക്കോട്ടെ, അത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കോട്ടെ. ഒരു വിദ്യാർത്ഥി ലോൺ എടുക്കുന്ന മഹാപരാധമല്ല. ഇനി ലോൺ എടുത്തതിനകത്ത് തന്നെ സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പരിശോധിച്ചോട്ടെ. പക്ഷെ അതിന് നിയമപരമായ വഴികളിലൂടെ അതിന് പരിഹാരം തേടാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ഈ വിദ്യാർത്ഥിയേക്കാൾ അറിവും വിദ്യാഭ്യാസവും ഉള്ളവരല്ലേ അവിടുത്തെ അധ്യാപകർ. ഉത്തരവൊരു വിഷയം ഉണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ആ വിഷയത്തെ പോലും ഈ വിദ്യാർത്ഥിയുടെ മരണത്തിന് മറപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മരിച്ചുപോയ വിദ്യാർത്ഥിയെ വീണ്ടും എങ്ങനെ ക്രൂശിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നില്ല. ഒരു ന്യായീകരണവും നമുക്കിതിന് പറയാനില്ല.